പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ NH66 ആറുവരി പാതയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ മുകളിലാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ള ആവശ്യത്തിന് കാലം പഴക്കമേറെയുണ്ട്. 500 ഏക്കർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ഭൂമി. ഇവിടെ ഉള്ള ചുറ്റുപാടും എന്തുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ആ വിദ്യാർത്ഥികളും അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന 2000-ഓളം വരുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവരുടെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാകുക എന്നുള്ളത് മർമ്മപ്രധാനമായ കാര്യമാണ്. 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി സ്കൂളിലെ കുട്ടികൾ ഈ സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ അനുഭവിക്കുന്ന പ്രയാസം അത്രമേൽ വലുതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൻ്റെ വരുമാനം യൂണിവേഴ്സിറ്റിക്ക് എടുക്കാം. യൂണിവേഴ്സിറ്റി തിന്നില്ല തീറ്റിക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. യൂണിവേഴ്സിറ്റിയുടെ ഭൂമി അക്കാദമിക് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയൻകാർ നടത്തുന്ന ഒട്ടനവധി വ്യവസായ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളുമൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിലുണ്ട്. ഓരോ പാർട്ടിക്കാർക്കും വ്യത്യസ്ത പേരിലുള്ള ചെയറുകളുണ്ട്. അതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഏത് അക്കാദമിക് ആവശ്യത്തിനാണ്, ഏത് അക്കാദമിയാണ് ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ള, അതുപോലെ സഹകരണ ബാങ്ക് പോലുള്ള, കോപ്പറേറ്റീവ് ബാങ്ക് പോലുള്ള സംഗതികളൊക്കെ ഇവിടെ നടത്തുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു ജനങ്ങളുടെ പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ബസ് സ്റ്റാൻഡിന് സ്ഥലം കൊടുക്കാൻ യൂണിവേഴ്സിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം. യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ വിടുന്ന സമയത്ത്, അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ ജോലിക്കാർ 5 മണിക്ക് അവരുടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം. നമ്മളിരിക്കുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ 3:50 കാഴ്ചയാണ് ഇപ്പോൾ. വാഹനങ്ങൾ 2 സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു അണ്ടർപാസിൻ്റെ മുകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. 2 ഭാഗത്തും സർവീസ് റോഡാണ്. സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി സ്കൂൾ വിട്ട സമയമാണ്. ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ ഓർക്കുക, ഹയർ സെക്കൻഡറി സ്കൂള് ഈ കുട്ടികളെ വിട്ട സമയത്ത് വിട്ടിട്ടില്ല എന്നുകൂടി ഓർക്കുക. 4000 കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളിലെ കുട്ടികൾ ഇവിടെ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് അനുഭവിക്കുന്ന വേദനകളാണ്, പ്രയാസങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഇവിടെ തന്നെയാണ് വരാറ്. ഇവിടെയൊക്കെ നല്ല ഗതാഗത കുരുക്ക് കിലോമീറ്ററുകളോളം ഈ ഒരു സമയത്തുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പിടിപ്പുകേട്, ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ നിരന്തരമായി യൂണിവേഴ്സിറ്റിയോടും അതുപോലെയുള്ള സംവിധാനങ്ങളോടുമൊക്കെ ഈ ഒരു പ്രദേശത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോഴും യൂണിവേഴ്സിറ്റി മുഖം തിരിഞ്ഞ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഈ സ്കൂളിൽ വരുന്ന സമയത്തും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്തും അനുഭവിക്കുന്ന ഈ ഒരു പ്രയാസം എന്നുള്ളതാണ്. വീഡിയോ കാണാം.
ഇതൊക്കെ നമ്മൾ കണ്ടിട്ടല്ല.